എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ യുകെയിലാണ് 20 വർഷത്തോളമായിട്ട്. എനിക്കൊരു 13 വർഷം മുമ്പ് എൻ്റെ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്തു. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് ഹെയർ എന്ന് പറഞ്ഞാൽ അവരുടെ ബ്യൂട്ടിയുടെ ഒരു സിമ്പിളാണ്. ഏറ്റവും നന്നായിട്ട് ഹെയർ സൂക്ഷിക്കുന്ന ലോകത്ത് തന്നെ ആളുകൾ മലയാളികളാണ്. അപ്പോൾ എനിക്കും അത് വളരെ ബാഡായിട്ട് ഫീൽ ചെയ്തു. എനിക്കും വളരെ നല്ല ഹെയർ, തിക്കായിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്നു. ഞാനത് വളരെയധികം സൂക്ഷിച്ച് വളരെ അഭിമാനത്തോടു കൂടി കൊണ്ട് നടന്നതാണ്. അത് ശരിക്കും അതിൻ്റെ ഹെയർ ഫോൾ എനിക്ക് ശരിക്കും ഒരു ഡിപ്രഷൻ ഉണ്ടാക്കിയിരുന്നു. എൻ്റെ ഫാമിലിയിൽ തന്നെ എല്ലാവരും പറയാൻ തുടങ്ങി. അപ്പം നമ്മൾ വർക്ക് പ്ലേസിൽ അത് നമുക്ക് ശരിക്കും ബാഡ് ഫീല് എവറി ഡേ എവറി ടൈം അവരത് പറയുന്ന സമയത്ത് നമുക്ക് വളരെ ബാഡ് ഫീൽ ഉണ്ടാകുന്നു. അപ്പം അതിൽ നിന്ന് റിക്കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാനിങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് കേരളത്തിൽ വന്നിരുന്നു. ലീവിന് വന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്തു. ആ സമയത്ത് അത് സക്സസ് ആയില്ല. അവസാനം ഞാനത് ചെയ്യാണ്ട് തിരിച്ചു പോയി. പിന്നീട് എന്തായാലും ഈ വർഷം എങ്കിലും ചെയ്യണമെന്ന് ഓർത്ത് ഞാൻ ലോകത്തിലെ ഒരു 3-4 കൺട്രി ലൈക്ക് UAE, ടർക്കി, ഇംഗ്ലണ്ട് ആൻഡ് നമ്മുടെ ഇന്ത്യ ഇങ്ങനെ സെർച്ച് ചെയ്തിരുന്നു. ഇന്ത്യയിൽ സെർച്ച് ചെയ്തപ്പോഴും സ്പെഷ്യലായിട്ട് ഞാൻ ബാംഗ്ലൂരായിരുന്നു സെർച്ച് ചെയ്തിരുന്നത്. ടർക്കി ആണെങ്കിൽ ലോകത്തിൽ ഇതിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ്. പക്ഷേ ഞാൻ സെർച്ച് ചെയ്ത് UAE നോക്കിയിരുന്നു, ടർക്കിയിൽ നോക്കി. അപ്പോൾ ഒത്തിരി ഫെയിൽ കേസുകളുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ അവരുടെ ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അതും അവർ ചെറിയ നമ്പർ ഓഫ് ഇംപ്ലാൻസ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്ക് നന്നായി ഹെയർ ലോസ് ആയിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അഫോർഡബിലിറ്റിയും ഒരു വലിയ കാര്യമാണ്. ഇംഗ്ലണ്ടിലൊന്നും അഫോർഡ് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് കേരളത്തിൽ ഒരുപാട് പേര്, എൻ്റെ ഫ്രണ്ട്സിന് തന്നെ ഉണ്ട് ഈ ക്ലിനിക്സ്. അങ്ങനെയും സെർച്ച് ചെയ്തു. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഫ്രണ്ട് സർക്കിളും ഫാമിലി സർക്കിളും അവരുടെയൊക്കെ പരിചയത്തിലുള്ളതും ഒക്കെ സെർച്ച് ചെയ്തു. പക്ഷേ പലരുടെയും റിവ്യൂയിലേക്ക് നോക്കുമ്പോൾ ഞാൻ കണ്ടു ചിലർക്ക് വളരെ നല്ല റിവ്യൂസ് മാത്രം. എത്ര പെർഫെക്റ്റ് മാനേജ്മെൻറ്റും എത്ര നല്ല സ്ഥാപനമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും. പക്ഷേ എല്ലാം പെർഫെക്റ്റ് എന്ന് എഴുതി വിടുകയും ഞാൻ അവർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. മാനസിക സന്തോഷവും സംതൃപ്തിയാണല്ലോ മെയിൻ കാര്യം. അങ്ങനെ തോന്നി. പിന്നെ എൻ്റെ 3 സുഹൃത്തുക്കൾ ചെയ്ത സ്ഥാപനം അവർ എന്നെ ശക്തമായിട്ട് വന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ കേസിൽ ജെന്യുവനായിട്ട് എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ കണ്ടെത്തലുകളുമായിട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ളവർ തന്നെ എൻ്റെ അടുത്ത് വന്നു. അവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, അവരും വന്നു. പക്ഷേ ഏകദേശം അവർക്കൊരു അഡ്വാൻസ് കൊടുക്കുന്ന ഘട്ടത്തിലാണ് ശരിക്കും ഞാൻ ഈ ഡെൻസിറ്റി യാദൃശ്ചികമായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ കാര്യം. ഇവിടെ ട്രീറ്റ് ചെയ്ത ഒരു സീരിയൽ നടനുണ്ട്, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ഈ ഡെൻസ്. അങ്ങനെയാണ് ഡെൻസിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് ഞാൻ വരികയും എല്ലാം വാച്ച് ചെയ്യുകയും എല്ലാം ഒബ്സർവ് ചെയ്യുകയും ചെയ്തത്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന റിവ്യൂസാണ് ഞാൻ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത്. ലോകത്ത് എന്ത് സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ആസ് എ കസ്റ്റമർ നമ്മൾ നോക്കുന്നത് റിവ്യൂസ് ആയിരിക്കും ഫസ്റ്റ്. അതിനുശേഷം നമുക്കറിയാവുന്ന രീതിയിൽ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കും. പക്ഷേ റിവ്യൂസ് നോക്കിയപ്പോൾ ഇവിടെ വളരെ ജെന്യുവനായ ഡിസ്ക്രിപ്ഷനാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ അതിനുശേഷം ഇവിടെയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ നോക്കി. പിന്നെ ഞാൻ അറിയാവുന്നവരോടൊക്കെ അന്വേഷിച്ചു. അപ്പോൾ എനിക്കൊരു വിശ്വാസയോഗ്യമായ ഒരു സ്ഥലമായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ഡോക്ടർ, ഞാൻ വളരെ ലേറ്റ്, എനിക്ക് ഷോർട്ട് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ വളരെ കാര്യമായിട്ട് എന്നോട് നല്ല വെൽക്കമിങ് ആയിട്ട് ആയിരുന്നു. ഇവിടെ വിളിച്ചു കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് ചോദിച്ചത്, ഇവിടെ നിങ്ങൾക്ക് വന്നപ്പോൾ നല്ലത് എന്താണ് ഫീൽ ചെയ്തത്, ബാഡ് എന്താണ് ഫീൽ ചെയ്തത്. ഒരിക്കലും അങ്ങനെ ഒരിടത്തും ഒരു എക്സ്പീരിയൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ തന്നെ നല്ലതും ബാഡും ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് ഇന്നലെ കൺസൾട്ട് ചെയ്തു. ഇന്ന് എനിക്ക് സർജറി ആയിരുന്നു. സർജറിയിലേക്ക് വന്നപ്പോൾ അവർ വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. കൂടെ ഫ്രണ്ട്ലി ആയ സ്റ്റാഫ് വന്ന് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് അതിൻ്റെ ഓരോ സ്റ്റേജിലും എന്നോട് വന്ന് പറയുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പം പിന്നെ ഇവിടെ രാവിലെ വന്നപ്പോൾ തന്നെ ഒരു വ്യക്തി എന്നോട് സംസാരിച്ചു. അദ്ദേഹം 3 സ്ഥലത്ത് പോയി. അതിലൊരു സ്ഥലത്ത് അഡ്വാൻസും 5,000 കൊടുത്തിട്ട് കാര്യങ്ങൾ ശരിയാകാതെ അത് ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന. എൻ്റെ കോൺഫിഡൻസ് ഇവിടെ വന്നപ്പോൾ ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. സ്റ്റാഫ് മിക്ക സ്ഥലത്തും കുറച്ച് ഷോർട്ട് സ്റ്റാഫിനെ വെച്ചാണ് റൺ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഏത് പ്രസ്ഥാനമാണ്. പക്ഷേ ഇവിടെ ഇനഫ് അല്ല, മോർ ദാൻ ഇനഫ് സ്റ്റാഫിനെ ഞാൻ കണ്ടിരുന്നു. അതായത് ആരെയും ഏത് സമയത്തും കെയർ ചെയ്യാനും സെർവ് ചെയ്യാനും ഇനഫ് സ്റ്റാഫ് ഉണ്ടെന്നുള്ളത് ഞാൻ കണ്ട ഒരു വലിയ പ്രത്യേകതയാണ്. പിന്നെ
സർജറി സമയത്ത് തന്നെയായാലും ഇവിടുത്തെ കൺസൾട്ടിങ് ചെയ്യുന്ന ഡോക്ടറും ഹെഡും അവരെല്ലാവരും വന്ന് നമ്മളെ ഏറെ സമയത്ത് വന്ന് നമ്മളെങ്ങനെ ഫീൽ ചെയ്യുന്നു, കംഫർട്ടബിൾ ആണോ, അതെല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സർജറി ചെയ്ത ഡോക്ടേഴ്സും അസിസ്റ്റൻസും അവരെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ നല്ല മനുഷ്യരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് അവർക്കിതിൽ വളരെ ഡീപ്പായിട്ട് നോളജ് ഉണ്ടെന്ന് തോന്നി. ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് ആശങ്കയോട് കൂടി, അതെല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ, പ്രത്യേകിച്ച് ഒരു കോസ്മെറ്റിക്സ് സർജറിയാണ് ഇത്, ഹെയർ ഇംപ്ലാന്റ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടാവും, ഇത് സക്സസ് ആവുമോ, സക്സസ് ആയില്ലെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ മെയിൻലി ഡിപ്രഷൻ ആയിരിക്കും, നമ്മുടെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്ത് പോകാവുന്ന. നമുക്ക് അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഇപ്പോൾ ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. പക്ഷേ ആക്ച്വലി ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ ആ ബുദ്ധിമുട്ടുകൾ, എനിക്കിതുമായിട്ടുണ്ടാകുന്ന ഒരു ആശങ്കകളൊക്കെ ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ കുറേ കുറഞ്ഞിരുന്നു. പിന്നെ ഈ സർജറി കഴിഞ്ഞ് എൻ്റെ ഹെഡിൻ്റെ ഫോട്ടോ എടുത്ത് അവരെന്നെ കാണിച്ചു തന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ വെരി ഹാപ്പിയാണ്. എന്നുവെച്ചാൽ എനിക്കൊന്നും ബാഡ് ഫീൽ ചെയ്യുന്നില്ല. ഇന്ന് മോർണിംഗ് ഞാൻ വളരെ ആശങ്കയോടുകൂടി വളരെ ഡിപ്രസ്ഡ് ആയിട്ട് വന്നതാണ്. അതാ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, ഒരു റിസൾട്ട് പറയാൻ പോലും ആയിട്ടില്ല. എത്രയോ നാളുകൾ, ചിലപ്പോൾ ഒരു മാസങ്ങളെടുക്കും ഇത് പറയാനായിട്ട്, ഇതിൻ്റെ സക്സസ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ വളരെ അത് കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂറേ ആയിട്ടുള്ളൂ. ഞാൻ വളരെ ഹാപ്പിയാണ്. അവരെല്ലാവരും എന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നു. ഇനി ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ സപ്പോർട്ടുകളും അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ് ഡെൻസിറ്റയിൽ.